ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ബിസിനസ് ആണ് ഈ ഒരു ചാപ്റ്റർ അല്ലേ. ഏകദേശം 6 മാർക്കോളമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വെയിറ്റേജ് വരാറ്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ആണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നീങ്ങുള്ളൂ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആദ്യം ഇന്റർനാഷണൽ ബിസിനസ് എന്ന ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡ് ബിയോണ്ട് ബൗണ്ടറീസ് ഓഫ് ഓൺ കൺട്രി നോൺ ആസ് ഇന്റർനാഷണൽ ട്രേഡ് അല്ലേ. അതായത് ഒരു കൺട്രിയുടെ ബൗണ്ടറി വിട്ടുകൊണ്ട് അദ്ദേഹം മറ്റ് കൺട്രിയുമായിട്ട് എന്താ ബിസിനസ്സിൽ ഏർപ്പെടുന്നതിനെയാണെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ഓൺലി ദ ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബട്ട് ആൾസോ ദ ക്യാപിറ്റൽ, personal technologies and intellectual properties like patents, ട്രേഡ് മാർക്ക് ആൻഡ് കോപ്പിറൈറ്റ്സ് എക്സെട്ര അല്ലെ. അതായത് എന്താ, സാധനങ്ങളും സേവനങ്ങളുടെയും മാത്രം മൂവ്മെന്റ്, അതിന്റെ കൈമാറ്റത്തെ മാത്രമല്ല ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, ടെക്നോളജികളുടെ കൈമാറ്റം അല്ലെ, ക്യാപിറ്റല്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികളായ പേറ്റന്റ്സ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്സ്, ഇവയുടെ ഒക്കെ കൈമാറ്റത്തെ അല്ലെങ്കിൽ മൂവ്മെന്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണെന്ത്, ഡൊമസ്റ്റിക് ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത് എന്താ, നാഷണാലിറ്റി ഓഫ് ബയർ ആൻഡ് സെല്ലർ അല്ലേ. അതായത് എന്താ, people or organization from one nation participate in domestic business അല്ലേ. അതെന്താ, അതായത് എല്ലാ ആൾക്കാരും ഓർഗനൈസേഷനും എല്ലാവരും എന്തായിരിക്കും, ഒരു കൺട്രിയിലുള്ളവരായിരിക്കും എവിടെ, ഡൊമസ്റ്റിക് ബിസിനസ്സിൽ. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിലോ ആൾക്കാരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരും പിന്നെന്താ ഓർഗനൈസേഷനും ഒക്കെ വേറെ കൺട്രിയിലുള്ളതായിരിക്കാം. സോ ആ ഒരു ഏരിയയാണ് ഫസ്റ്റ് ഡിഫറൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഡിഫറൻസ് എന്താ, nationality of the other stakeholders in domestic trade, suppliers, employees, middlemen and shareholders are etc citizens ഓഫ് സെയിം കൺട്രി അല്ലേ. ഇതുപോലെ എല്ലാവരും എന്തായിരിക്കും, സെയിം കൺട്രിയിലുള്ളവരായിരിക്കും. സപ്ലൈസ് ആയിക്കോട്ടെ, മിഡിൽ മാൻ ആയിക്കോട്ടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും എന്തായിരിക്കും, ഡൊമസ്റ്റിക് ബിസിനസ്സിൽ എല്ലാവരും എന്തായിരിക്കും, ഒരു കൺട്രിയിലുള്ളവരായിരിക്കും. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിലോ മറ്റ് കൺട്രികളുമായിട്ടുള്ള ബന്ധമാണ് അല്ലേ. സോ മറ്റ് കൺട്രിയിലുള്ളവരോടായിരിക്കും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലേ. മിഡിൽ മാൻ ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ അല്ലെ, ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും എന്തായിരിക്കും, മറ്റ് കൺട്രിയിലുള്ളവരായിട്ട് ആയിരിക്കും. സോ അവിടെയാണ് ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം വരുന്നത്. നെക്സ്റ്റ് എന്താ, മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഡിഗ്രി ഓഫ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റീവ്ലി ഹൈ ഇൻ ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെ. ഡൊമസ്റ്റിക് ട്രേഡിൽ എന്തായിരിക്കും, ചലനാത്മകത എന്താ, അതായത് സാധനങ്ങളും സേവനങ്ങളൊക്കെ എത്തിക്കാനും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ഈസി ആയിരിക്കും. അതെന്തായാലും അതിന്റെ ഡിഗ്രി വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിലോ അതിന്റെ ചലനാത്മകത വളരെ കുറവായിരിക്കും അല്ലെ. സാധനങ്ങളും സേവനങ്ങളൊക്കെ എത്തിക്കാനും ഇതിനൊക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ്. സോ അതിന്റെ ഡിഗ്രി വളരെ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ, കസ്റ്റമർ ഹെറ്ററോജീനിറ്റി. എന്താ കസ്റ്റമർ ഹെറ്ററോജീനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺസ്യൂമേഴ്സ് ഇൻ ഡൊമസ്റ്റിക് ബിസിനസ് ആർ ഹോമോജീനിയസ് ഇൻ നാച്ചർ അല്ലെ. ഒരു കൺട്രിയിലുള്ള എല്ലാവരുടെയും സ്വഭാവം ഏകദേശം ഒരുപോലെ ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ രീതിയിലുള്ള ബിസിനസിന്റെ സാധനങ്ങൾ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്താൽ മതി. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിൽ അവിടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തായിരിക്കും, മാറ്റം ഉണ്ടാവും, ലാംഗ്വേജുകൾ മാറ്റം ഉണ്ടാവും, കസ്റ്റംസ് എല്ലാം എന്തായിരിക്കും, മാറ്റം ഉണ്ടാവും. സോ അതിനുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതിനുള്ള അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഫോർത്ത് പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഫിഫ്ത്ത് പോയിന്റ് എന്താ, ഡിഫറൻസ് ഇൻ ബിസിനസ് സിസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. ബിസിനസ് സിസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ആർ ഹോമോജീനിയസ് ഇൻ ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെ. ഞാൻ പറഞ്ഞു ഡൊമസ്റ്റിക് ബിസിനസ്സിലാണെങ്കിൽ ഒരു കൺട്രിയിലുള്ള എല്ലാവരുടെയും സ്വഭാവം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും. സോ ആ ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ബിസിനസ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാൻ മതി, അപ്ലൈ ചെയ്താൽ മതി. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിൽ എന്തായിരിക്കും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും സ്വഭാവം എല്ലാം മാറ്റമുണ്ട്. അതിനനുസരിച്ചുള്ള നമ്മൾ പ്രൊഡക്ട്സുകൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു ബിസിനസ് സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ചുകൾ കൊണ്ടുവരേണ്ടി വരും. സോ സിക്സ്ത് പോയിന്റ് എന്താ വരുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആൻഡ് റിസ്ക് അല്ലെ. ഡൊമസ്റ്റിക് ബിസിനസ് ഈസ് സബ്ജക്ട് ടു പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആൻഡ് റിസ്ക്സ് ഇൻ വൺ കൺട്രി. ഒരു കൺട്രിയുടെ ഉള്ളിലുള്ള റിസ്കുകളും പൊളിറ്റിക്കൽ ഒപ്പീനിയനുകളും മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി ഡൊമസ്റ്റിക് ബിസിനസ്സിലാണെങ്കിൽ. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിലോ ആ റിസ്ക്, അതിൻ്റെതായ റിസ്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഏറ്റെടുക്കേണ്ടി വരും. പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് എന്ത് ചെയ്യേണ്ടി വരും, പലതും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് സിക്സ്ത് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ, ബിസിനസ് റെഗുലേഷൻസ് ആൻഡ് പോളിസീസ്. Domestic business is to subject rules, policies, taxation systems of etc. of a single country അല്ലെ. ഡൊമസ്റ്റിക് ബിസിനസ്സിലാണെങ്കിൽ ആ കൺട്രിയുടെ ടാക്സേഷൻ ഫോളോ ചെയ്താൽ മതി അല്ലെ.
റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്താൽ മതി, ഒരു കൺട്രിയുടെ മാത്രം നമുക്ക് ഫോളോ ചെയ്താൽ മതി. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിലാണെങ്കിലോ നമ്മുടെ കൺട്രിയിലെ നോക്കണം, ഇന്റർനാഷണൽ ബിസിനസ് മറ്റ് കൺട്രിയിലെ റൂൾസും പോളിസീസും ടാക്സേഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫോളോ ചെയ്യേണ്ടി വരും. സോ അതാണ് 7th പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8th പോയിന്റ് എന്താ, കറൻസി ഇഷ്യൂഡ് ഇൻ ഡൊമസ്റ്റിക് ബിസിനസ് കറൻസി ഓഫ് ഡൊമസ്റ്റിക് കൺട്രീസ് യൂസ് അല്ലെ. അതായത് ഡൊമസ്റ്റിക് ബിസിനസ്സിനാണെങ്കിൽ എന്താണ്, നമുക്ക് ഒറ്റ കൺട്രിയുടെ നമ്മുടെ നാഷണൽ കൺട്രിയുടെ കറൻസി മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് യൂസ് ചെയ്ത് വരുന്നുള്ളൂ. എന്നാൽ ഇന്റർനാഷണൽ ബിസിനസ്സിനാണെങ്കിലോ മറ്റേ കൺട്രിയുടെയും നമുക്ക് കറൻസി യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ കൺട്രിയുടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. സോ അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ, അതിനെയാണ് കറൻസി ഇഷ്യൂഡ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 8 പോയിന്റാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിൽ 6 നിങ്ങൾ എന്ത് ചെയ്യുക, പക്കയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമുക്ക് ഏതെല്ലാം മാർഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് അല്ലേ. എന്താണ് എക്സ്പോർട്ടിങ്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്തുള്ള സാധനങ്ങളും സേവനങ്ങളൊക്കെ എന്ത് ചെയ്യാം, മറ്റു രാജ്യത്തേക്ക് നമ്മൾ കയറ്റി അയക്കുന്നതിനെ നമുക്ക് എന്താ പറയാം, എക്സ്പോർട്ടിങ് എന്ന് പറയാം. എന്നാൽ ഇമ്പോർട്ടിങ്ങോ, അവിടെ മറ്റു രാജ്യങ്ങളിലുള്ള സാധന സേവനങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എന്ത് ചെയ്യുക, ഇറക്കുമതി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിനാണ് എന്താ പറയുന്നത്, ഇമ്പോർട്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ, കോൺട്രാക്ട് മാനുഫാക്ചറിങ്. എന്താ കോൺട്രാക്ട് മാനുഫാക്ചറിങ്? കോൺട്രാക്ട് മാനുഫാക്ചറിങ് refers to a type of international business where a business അല്ലെങ്കിൽ firm enter to a contract with one or few local manufacturers in foreign country to get certain components or goods produced as per its specification അല്ലേ. അതായത് നമ്മുടെ കൺട്രിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, മറ്റു കൺട്രിയിലുള്ള ആൾക്കാരുടെ മാനുഫാക്ചേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്ട് ഏർപ്പെടുകയാണ്. നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, നമ്മുടെ ഡിമാൻഡ് ആൻഡ് നീഡ്സ് അനുസരിച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്ട് ഏർപ്പെടുന്നതിനെയാണ് എന്ന് പറയുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിനെയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താ, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. എന്താ ലൈസൻസിങ്? പെർമിറ്റിംഗ് അനദർ പാർട്ടി ഇൻ എ ഫോറിൻ കൺട്രി ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽസ് ഗുഡ്സ് അണ്ടർ യുവർ ട്രേഡ് മാർക്ക്, പേറ്റന്റ്സ് ഓർ കോപ്പിറൈറ്റ്സ് ഇൻ lieu of some fee is called licensing അല്ലേ. അതെന്താണ്, നമ്മളൊരു പെർമിറ്റ് അലോ ചെയ്ത് കൊടുക്കണം ഫോറിൻ കൺട്രിയിലുള്ള, അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, അതിനുള്ള പെർമിഷൻ കൊടുക്കണം. മറ്റു കൺട്രിയിലുള്ളവർക്ക് എന്ത് ചെയ്യണം, അതിന് പെർമിഷൻ കൊടുക്കണം. നമുക്ക് എന്താ പറയാ, കൊക്കക്കോള, പെപ്സി ഒക്കെ നമുക്ക് അതിന് എന്താ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അവർ പെർമിഷൻ നിൽക്കുകയാണ്, അവരുടെ എന്താ ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർ തരുന്നതിനെയാണ് എന്ന് പറയുന്നത് ലൈസൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്രാഞ്ചൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു KFC പോലെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഓർത്തെടുക്കാം അല്ലെ. അവരെന്താണ്, അവരുടെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അവർ എന്നിട്ട് അതെന്ത് ചെയ്യുക, ബ്രാഞ്ചുകൾ പല പല സ്ഥലത്ത് അതിന്റെ ഫ്രാഞ്ചൈസിങ്ങിനുള്ള പെർമിഷൻ കൊടുക്കുക അല്ലെ. അതിന്റെ ഫ്രാഞ്ചൈസിങ്, അതായത് അവരുടെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. എന്താണ്, അതിന്റെ ഹെഡ് ഓഫീസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ അവരുടെ ഇൻസ്ട്രക്ഷൻസും ഇതും അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡിസൈഡ് ചെയ്യുന്നതിന്റെ തീരുമാനങ്ങളുടെ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാവരും എല്ലാ ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്നത് അല്ലെ. അതിന്റെ ഫ്രാഞ്ചൈസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതിനാണ് പറയുന്നത് ഫ്രാഞ്ചൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ജോയിന്റ് വെഞ്ചർ അല്ലെ. എ ജോയിന്റ് വെഞ്ചർ മീൻസ് എസ്റ്റാബ്ലിഷിംഗ് എ ഫേം ദാറ്റ് ഈസ് ജോയിന്റ്ലി ഓൺഡ് by 2 or more other independent firm. It may be brought about in 3 ways അല്ലെ. അതായത് എന്താ, ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് എന്താണ് ജോയിന്റ്ലി എന്താണ് ഒന്നിക്കുകയാണ് അല്ലെ. വ്യത്യസ്ത കമ്പനികൾ ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തിനാണ്, അവരുടെ ബിസിനസ് ഐഡിയകൾ വലുതാക്കാൻ വേണ്ടിയിട്ടും പുതിയ ബിസിനസ് ആശയങ്ങളെ വലുതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ജോയിന്റ് ആയിട്ട് അവരെന്ത് ചെയ്യാണ്, ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനാണ് ജോയിന്റ് വെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5th വൺ എന്താ, wholly owned subsidiaries അല്ലെ. ഇഫ് ദ പാരന്റ് കമ്പനി acquired full control over the foreign company by making 100% investment in equity capital, it's called wholly owned subsidiary. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, മറ്റു രാജ്യത്ത് ബിസിനസ്സിലെ 100% ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ 100% ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്, ഇവർ മേടിക്കുകയാണ്, ഈ കൺട്രിയിലുള്ളവർ മേടിച്ചിട്ട് അതിന്റെ ഫുൾ ഓണർഷിപ്പ് എന്ത് ചെയ്യാണ്, ഇവിടെ കൈക്കലാക്കാണ്, കൺട്രോൾ ഫുൾ ഇവരുടെ കൈക്കലാക്കുന്നതിനെയാണ് പറയുന്നത് വോളി ഓൺഡ് സബ്സിഡിയറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏരിയ വരുന്നത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്.